ആതിര, പശ്ചിമേഷ്യയിലെ സംഘർഷം വലിയ രീതിയിൽ ഇങ്ങനെ എസ്കലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പശ്ചിമേഷ്യയിൽ എപ്പോഴൊക്കെ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ, കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകമ്പനം എന്ന് പറയുന്നത് സ്വർണ്ണവിലയുടെ കുതിപ്പാണ്. ഇത്തവണ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന മാർച്ച് 1 ഉച്ചയോടുകൂടി സ്വർണ്ണവില എന്ന് പറയുന്നത് 1,26,920 രൂപയാണ്. 1,400,000 കഴിഞ്ഞിരിക്കുന്നു സ്വർണ്ണവില എന്ന് പറയുന്നത്. അപ്പോൾ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചകൾക്കുള്ളിലോ 1,50,000 സ്വർണ്ണവില എത്തും. അതായത് 1 പവൻ സ്വർണം 8 ഗ്രാം, ഒരു ലോഹത്തിന്റെ 8 ഗ്രാം വാങ്ങാൻ 1,50,000 രൂപയാവുക എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ കേരളത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വിവാഹങ്ങൾക്ക്, ഒരു കല്യാണ ബന്ധം അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അതിലെ അവിഭാജ്യ ഘടകമാണ് സ്വർണം എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന പോലെ കല്യാണത്തിന് സ്വർണം ഇടുന്നവരുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായും. ഈ പറയുന്ന സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട് ഒരു റെക്കോർഡ് കുതിപ്പെന്നൊക്കെ പറയുന്നത് 1,00,000 കടന്ന സമയത്താണ് ഈ പറയുന്ന ചർച്ച വരുന്നത്. സ്വർണ്ണവില 1,00,000 രൂപ കടന്നല്ലോ എന്നൊരു ചർച്ചയ്ക്കപ്പുറത്തേക്കും ഇപ്പൊ 1,50,000 സ്വർണ്ണവില കുതിച്ചെത്തുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ മലയാളികളുടെ ഈ വിവാഹ സ്വപ്നങ്ങളിൽ ഈ പറയുന്ന പ്രധാന ഘടകമായി ഇപ്പോഴും ഈ പറയുന്ന സ്വർണം, അല്ലെങ്കിൽ എത്രത്തോളം സ്വർണം ഇട്ടിട്ടാണ് പെൺകുട്ടി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ആ സ്വർണത്തിന്റെ കണക്ക് ഇപ്പോഴും ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതെ, ആ ഒരു അത്ഭുതം. ഒരു കല്യാണത്തിന് പോയാൽ എല്ലാവരും ചോദിക്കും എത്ര പവൻ ഉണ്ടായിരുന്നു. ആ ഒരു ചോദ്യം വളരെ നോർമലൈസ്ഡ് ആണ് ഇപ്പോഴും. തീർച്ചയായും ഇപ്പോഴും ആ ഒരു പന്തലിലേക്ക് അല്ലെങ്കിൽ ഇത്ര പവൻ കൊടുത്തിറക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ വിചാരിക്കും സ്വർണ്ണവില കൂടിയത് കൊണ്ട് സ്വർണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ്ങിന്റെ രീതി കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് ഇതിന്റെ വില കുറയും. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല. നല്ല രീതിയിലുള്ള പർച്ചേസിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാണിജ്യപരമായി വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ കല്യാണങ്ങളിൽ ഈ പറയുന്ന ഈ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഈ അപ്പർ ക്ലാസിന്റെ അപ്പുറത്തേക്കും നല്ല പൈസ ഉള്ളവരാണ് ഇത് ധരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പണമുള്ള ആൾക്കാരുടെ അപ്പുറത്തേക്കും മിഡിൽ ക്ലാസ്സിലാണെങ്കിലും ഈ അപ്പർ ക്ലാസിന്റെ മിഡിൽ ക്ലാസിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ ഒരുപാട് പണമല്ല എന്നാലും അത്യാവശ്യം പണമുള്ള ആ രീതിയിലുള്ള ഇടത്തരം കുടുംബങ്ങളെല്ലാവരും എല്ലായിടത്തും ഈ പറയുന്ന സ്വർണം ഒരു പ്രധാന ഘടകമാണ്. അതിപ്പോ ഈ പറയുന്ന കല്യാണങ്ങളിൽ മാത്രമല്ല, ഒരു നൂലുകെട്ട് തുടങ്ങി എല്ലാത്തിലും ഈ പറയുന്ന സ്വർണം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായി ഇപ്പോഴും നിലനിൽക്കുന്ന അത്ഭുതം. നമ്മൾ വിചാരിക്കും 1,50,000 രൂപയിലേക്ക് സ്വർണം എത്തുമ്പോൾ ജ്വല്ലറി കടക്കാരെല്ലാം ഈച്ചയടിച്ചിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വെറുതെ ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അറിയാം അതിന്റെ ഉള്ളിലെ തിരക്ക് എത്രത്തോളമാണ് എന്നുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ വിഷു വരുന്നുണ്ട്, അക്ഷയ തൃതീയ വരുന്നുണ്ട്. ഇതൊക്കെ മറ്റേ സ്വർണം വാങ്ങുക എന്ന് പറയുന്നതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1,50,000 രൂപയായി സ്വർണം, ഇപ്പൊ 1,400,000 രൂപയായി സ്വർണം. എല്ലാവരും എന്താണ് ചിന്തിക്കുക? അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അടുത്ത 6 മാസത്തിനുള്ളിൽ ഇത് 2,00,000 രൂപയാകുമായിരിക്കും, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നാണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പോലും കഴിയില്ല. ഇപ്പോൾ എനിക്കൊരു മാല ഉണ്ടായിരുന്നു. ഈ മാല ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇട്ടിരുന്ന മാല ഞാൻ 5ാം ക്ലാസ്സിൽ വാങ്ങിക്കുമ്പോൾ അതിന് 11,000 രൂപയായിരുന്നു. 1 പവനും 1 ഗ്രാമും 1 പവനും 1 ഗ്രാമും ഉള്ള മാലയ്ക്ക് 11,000 രൂപയായിരുന്നു. അത് ഇത്രയും കൊല്ലം ഞാൻ ഇട്ടു, 10-20 വർഷം ഇട്ടതിന് ശേഷം അത് ഞാൻ കൊടുക്കുമ്പോൾ ഈ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 1,10,000-ന് മേളിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും 11,000-ൽ നിന്ന് 1,10,000-ലേക്ക് ഉയരുക എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഇത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഈ പറയുന്ന വിവാഹത്തിന്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ചിങ്ങമാസമൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങളൊക്കെ കൂടുതലായിട്ട് നടന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ ഈ പറയുന്ന ഈ മേഘ പറഞ്ഞതുപോലെ തന്നെ 2,00,000-ലേക്കാണല്ലോ സ്വർണ്ണ പവന്റെ എത്താൻ പോകുന്നത് എന്നൊരു ചിന്ത കൊണ്ട് ഈ അക്ഷയ തൃതീയ അല്ലെങ്കിൽ വിഷു ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇപ്പൊ ഈ പറയുന്ന സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ പോയി സ്വർണം വാങ്ങും. കാരണം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവർ കരുതുന്നത്. അതിനുശേഷം ഇതിങ്ങനെ സേവ് ഈ പറയുന്ന 80,000 ഒക്കെ എത്തുന്ന സമയത്തും അതേപോലെ തന്നെ സമയത്ത് ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു സ്വർണ്ണവില കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാരാണ് ഈ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ അതിനുശേഷമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ കുത്തകയായി ഇത്രയും അധികം ഈ പറയുന്ന സ്വർണ്ണവില ഉയരുന്നത് ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പോഴും ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്
ഇനി ഇതിന്റെ ഡിമാൻഡ് കൂടും അല്ലെങ്കിൽ ഇനിയും ഇതിന്റെ പൈസ കൂടുമെന്ന രീതിയിലേക്ക് സ്വർണം വാങ്ങി സേവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സ്വർണ്ണ ഭ്രമത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരു കേരളമാണല്ലോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നു. ബാക്കി എല്ലാ ഇടങ്ങളിലെയും ഈ പറയുന്ന വിവാഹ ആചാരങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ സ്വർണം ഒരു പ്രധാന ഘടകമല്ല അവിടെയൊന്നും. പക്ഷെ നമുക്ക് മാത്രമാണ് സ്വർണത്തോട് ഇത്രയധികം, അല്ലെങ്കിൽ ഈ ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റം തന്നെ ഇങ്ങനെയാണ്, ദേഹം നിറയെ സ്വർണം അണിയിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതി. ഇപ്പൊ മറ്റേ സൂചി കുത്താൻ ഇടയില്ലാതെ സ്വർണ്ണം ഇടാം. നമ്മളിക്കൊന്നും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത് സ്ഥിരമായി കാണുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ 101 പവൻ സ്വർണം ഇടുക, 1 കിലോ സ്വർണം ഇടുക എന്നുള്ള സാധനത്തിനോട് ഒബ്സെസ്ഡ് ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് ഞാൻ ഒരു സമയത്തൊക്കെ വെച്ചു പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലേ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്ക് റീൽസിൽ വീണ്ടും ഇത് വരുന്നുണ്ട്. ഇവിടെ മുതൽ ഇവിടെ വരെ വളയിടുക, കല്യാണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം എന്നിട്ട് ലോക്കറിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് വിറ്റ് കൊടുക്കുക. അങ്ങനെ പല പല രീതിയിൽ ഈ സാധനം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു സമയത്ത് എനിക്ക് നോർമലായിട്ട് ഇങ്ങനെ മിനിമലായിട്ടുള്ളത് ഇടാൻ ഇഷ്ടം എന്ന് പറയുന്നവർ പോലും കല്യാണം ആവുമ്പോഴേക്കൊരു 100 പവൻ സ്വർണം വേണം. 100 അല്ലേ വേണ്ടത് ചിന്തിക്കുന്നത്. സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പൊ ആ ഒരു സ്പെഷ്യൽ ഡേയിലേക്ക് അങ്ങനെയാണ്. അത് ചിലപ്പോ അവര് ചെറുപ്പം അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ട് തന്നെ ആ ഒരു രീതിയിൽ വളർന്നു വന്നത് കണ്ടത് അതാണ്. ദിസ് ഇസ് എലഗൻസ് എന്ന് ചിന്തിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ ഡേയിലും അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ മേഘ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീധന പീഡനം ഈ ഒരു കാര്യം, ഇത്ര ഈ ഡൗറി സിസ്റ്റം അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തലാക്കി, അല്ലെങ്കിൽ ആ ഒരു ആക്ട് വന്നു, അങ്ങനെ ഒരു നിയമം വന്നു, എന്നിട്ട് പോലും ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ശേഷവും എല്ലാ മാസവും സ്ത്രീധന പീഡനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തിൽ തന്നെ സ്ത്രീധന പീഡനം മുഖേന ഒരു മരണം സംഭവിക്കുമ്പോഴാണ് അതിന് വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്തയാവുന്നതും എല്ലാവരും ചർച്ച ചെയ്യുന്നതും. അല്ലാതെ ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസിനകത്തിൽ ഈ പറയുന്ന കുടുംബ കോടതികളിലേക്ക് എത്തുന്ന മിക്ക കേസുകളിനകത്തിലും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീധന പീഡനം തന്നെയാണ്. അത് ഈ ലവ് മാരേജസ് നമ്മൾ വിചാരിക്കും പ്രണയ വിവാഹങ്ങളിൽ നടക്കുന്നില്ല. പക്ഷെ പ്രണയ വിവാഹം നടത്തി അല്ലെങ്കിൽ പ്രണയ വിവാഹമാണ് ആ രീതിയിൽ അവർ രജിസ്റ്റർ ചെയ്ത് പോകുന്ന വിവാഹങ്ങളിലും ഇതേ രീതി പിന്തുടരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇതൊരു പ്രധാന ഘടകം. നീ നിന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അതെ, ഇപ്പൊ ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു സിബ്ലിങ്ങിന് ഒരു വൈഫും ഉണ്ടെങ്കിൽ അവള് അത്രയും വന്നിട്ട് കൊണ്ടുവന്നിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്, നീ എന്ത് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഇവിടെ വീണ്ടും നിലനിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്തിലും നമുക്ക് വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി എത്ര കാലം പോയി കഴിഞ്ഞാലും ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഈ പറയുന്ന ജോലി ചെയ്തുണ്ടാക്കുന്നതിന്റെ അപ്പുറത്തേക്കും നമ്മളുടെ ഈ പറയുന്ന സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന ഗിഫ്റ്റുകളായി ഇപ്പൊ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എന്ന വ്യാജേന നിങ്ങളിപ്പോ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം വേണം. കാരണം അതെന്തോ ഇവിടുത്തെ പാട്രിയാർക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആയി മാറി എത്ര ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ എന്റെ വിവാഹം ഇങ്ങനെയാണ്, ഞാൻ സ്വർണം ഉപയോഗിക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു, അതിനർത്ഥം എനിക്ക് സാമ്പത്തിക ഭദ്രത ഇല്ല എന്നല്ല, ഞാൻ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരാളാണ്. പക്ഷെ എന്റെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന രീതിയിൽ എനിക്ക് അത്ര എന്റെ എലഗൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയധികം ഗോൾഡ് ഇടുന്നതല്ല. അങ്ങനെ എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു കരിയർ ഉണ്ട്, ഞാൻ പഠിച്ച് നേടിയ ഒരു കരിയർ ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് എന്റെ ജീവിതത്തിൽ എനിക്കത് ഓക്കെ. എനിക്ക് പക്ഷെ വേറൊരാളോട് പോയി നീ കല്യാണം കഴിക്കുമ്പോ നീ അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോ മേഘ പറഞ്ഞു ഈ അടുത്തിടയ്ക്ക് ട്രെൻഡ് ആയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൂര്യ ഇഷാനാണ് ഈ പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇവര് മേക്കപ്പ് ആർട്ടിസ്റ്റുകള് ഇവര് മേക്കപ്പ് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ സൂര്യ ഇഷാന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോക്കകത്തില് പെൺകുട്ടി എന്ന് പറയുന്നത് അവരുടെ ആ പറയുന്ന സാരി പോലും അല്ലെങ്കിൽ ആ സാരിയുടെ ഒരു ബ്യൂട്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം എന്താ വെച്ചാൽ ഒരു 1.5 കിലോ എങ്കിലും ആ സ്വർണം കാണും. അത്യാവശ്യം ഈ പറയുന്ന ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ദേഹം നിറയെ ഇങ്ങനെ സ്വർണം ഇട്ടിരിക്കുകയാണ്. അതിന്റെ യൂട്യൂബിലാണെന്ന് തോന്നുന്നു, അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആണ്. പക്ഷെ ഇത് ഇങ്ങനെ നമുക്ക് സേവ് ചെയ്തിട്ട് വേറെ ആൾക്കാർ അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്പൊ അവർ ഈ പറയുന്ന കമന്റ് ബോക്സ് ഒന്നും ഓഫ് ചെയ്തിടത്തില്ല. സൂര്യേഷാന്റെ ഒഫീഷ്യൽ പേജിൽ അത് ഓഫ് ആയിരുന്നു. അപ്പോൾ അതിനകത്തില് കണ്ടൊരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയും വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കാർക്കും സ്വർണ്ണവിലയെ പ്രശ്നമൊന്നും ബാധിക്കുന്നില്ലേ? ഈ 1 ലക്ഷം രൂപ എന്തോ സ്വർണ്ണവില കൂടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ വൈറലാവുന്നത്.
ആ ഒരു സമയത്ത് പലരും പറയും, ഈ പണക്കാർക്കൊന്നും അല്ലെങ്കിൽ പണമുള്ളവർക്ക് സ്വർണ്ണവില കൂടുന്നതും കുറയുന്നതും ഒരു ബാധകമല്ല. അവരിത് ബാധിക്കുന്നില്ല അതെ, എന്നുള്ളതാണ്. ബാധിക്കുന്നില്ല. ഇവരുടെ കല്യാണം എന്ന് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നോ ഗോൾഡ് കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഈ സിമ്പിൾ രജിസ്റ്റർ മാരേജസ് ഒക്കെ ട്രെൻഡിങ് വളരെ ട്രെൻഡിങ് ആവുന്നുണ്ട് ഇപ്പോ. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും അല്ല, പക്ഷെ ചെറിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ തീരുമാനം എടുക്കുന്നു, ഞാൻ സ്വർണം ഇട്ട് വിവാഹം കഴിക്കുന്നില്ല. ഞാൻ അത്തരത്തിലുള്ള വിവാഹങ്ങൾ കുറെ കാണാറുണ്ട്. എന്റെ വളരെ ക്ലോസ് സർക്കിളിൽ 2000 രൂപയ്ക്ക് കിട്ടുന്ന മറ്റേ റോൾ ഗോൾഡ് അല്ലെങ്കിൽ ഓർണമെന്റ്, റെന്റഡ് ഗോൾഡ് അല്ലെങ്കിൽ പോലും മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ, മറ്റേ ഫാഷനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് 2000 രൂപയ്ക്കൊക്കെ മേടിച്ച ഓർണമെന്റ്സ് ഇട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ട്, അവർക്ക് വലിയ ചിലവുകളില്ല. ഇതൊരു കല്യാണം ഒരു ബാധ്യതയായി മാറുന്നില്ല. ഇപ്പൊ 100 പവൻ സ്വർണം ഇട്ട് ഇത്രയും കടമുണ്ടാക്കി വെച്ച് വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പെൺകുട്ടികൾ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട പൈസ കൊണ്ട് എനിക്ക് ഇത്രയും സ്വർണം വേണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന പറയാൻ പെൺകുട്ടികൾ ആർജവം കാണിക്കുന്നുണ്ട്. എന്നാലും അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത് ഞാൻ ചെന്ന് കയറുന്ന വീട്ടിൽ എന്തായിരിക്കും എന്നുള്ള തോട്ടാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പറയുകയാണ്. ഇപ്പൊ മേഘയുടെ വീട്ടിൽ പറയുകയാണ്, എനിക്ക് ഇങ്ങനെ മതി. ഇപ്പൊ ഇത് നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ നമുക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതൽ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്ന വലിയൊരു തിയറിയാണ്, എന്റെ കല്യാണത്തിന് ഞാൻ സ്വർണ്ണം ഇടില്ല, എനിക്ക് സ്വർണ്ണം ഇടണ്ട എന്നുള്ള സാധനം ഞാൻ കോളേജ് മുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. നിന്റെ ഇഷ്ടം ഓക്കെ, നീ അങ്ങനെ ചെയ്തോ, പക്ഷെ ഞങ്ങളെ എന്തോ വിചാരിക്കും, ആൾക്കാര് പറയും ഇവരിത്രയും ഒന്നും കൊടുക്കാതെ വിട്ടു, ഒരു എന്തുവാ ഞങ്ങളെ ആൾക്കാര് പറയില്ല, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് ഞാനിതിങ്ങനെ പറഞ്ഞ് അവർക്കത് ഓക്കെ ആയി. എന്നാലും എന്തായാലും പുറത്തു പോകുമ്പോ ഒരു മാലയൊക്കെ ഇടണ്ടേ, ഒരു മോതിരമൊക്കെ വേണ്ടേ, ഇങ്ങനെ ഒരു തോട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇൻസ്റ്റൽ ആയി വെച്ചേക്കുവാണ്. എല്ലാവരും ചോദിക്കും, ഈ കൊച്ചിന്റെ കയ്യിൽ എന്തോ ഒരു വളയില്ലാത്ത ആൾക്കാർ ചോദിക്കും, അപ്പൊ അമ്മയ്ക്ക് അയ്യോ അവക്ക് വള വാങ്ങിച്ചു കൊടുക്കണം, ഒരു തോട്ട് വരും. ഇതൊക്കെ സമൂഹം കൊടുക്കുന്ന ഒരു തോട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം, എന്റെ കല്യാണത്തിന് സ്വർണ്ണം ഇടണ്ടെന്ന് പറയുന്നത് അമ്മയ്ക്കും പപ്പയ്ക്കും ഓക്കെ ആയി. പക്ഷെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷറിന്റെ പുറത്ത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവരിങ്ങനെ ഇതാവും. മക്കൾ ഇടണ്ട, വേണമെങ്കിൽ ആ ദിവസം ഒന്ന് വെറുതെ ഒന്ന് ഇട്ടാൽ മതി, അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇത് നിങ്ങളുടെ സേവിങ്സ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വെച്ചോ. അതാണല്ലോ ഈ ഗിഫ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ. ഡൗറി മാറി ഇപ്പൊ ഞങ്ങൾ പേരൻസ് മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഈ പറയുന്ന സ്വർണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു അസറ്റ് ആണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണയം വെക്കാനുള്ള ഒരു സാധനമാണ്. ഏത് രീതിയിലും നിങ്ങൾക്കത് ഉപയോഗപ്പെടാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ. പക്ഷെ ഇവർ ആലോചിക്കുന്നില്ല, കല്യാണത്തിന് മുൻപ് നമ്മൾ സക്സസ് ആവാനുള്ള ഒരു ലൈഫിന്റെ ആ ഒരു വെയിലൊന്നും ഈ പറയുന്ന ഇതിലില്ല, അതിലൊന്നും കൊടുക്കത്തില്ല. പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടോ, നമ്മൾ 1.5 ലക്ഷം ആണെങ്കിലും 2 ലക്ഷം ആണെങ്കിലും നമ്മൾ സ്വർണം എടുത്ത് നമ്മൾ മക്കളെ വിവാഹം കഴിപ്പിക്കും. നിങ്ങളാണ് ശരിക്കും തീരുമാനം എടുക്കേണ്ടത്. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അതെ, ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സ്വർണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള ഒരു ബിസിനസ് ചെയ്ത് ട്രൈ ചെയ്യാനോ ഒക്കെ കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള തരത്തിലേക്ക് മക്കൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് അതിന് സാധിക്കും. ഇത്രയും ആൾക്കാരെ കാണിച്ച് കുറച്ച് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ അവരുടെ ലൈഫ് സെറ്റിൽ ആവാൻ ചിലപ്പോൾ ഈ പണം കൊണ്ട് സാധിക്കുമായിരിക്കും എന്നുള്ളതാണ്.